ഹാഷിറേ, എന്റെ പൊന്ന് ഹാഷിറേ, എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണത്? ഹാഷിറിനെ സ്ക്രീനിൽ കാണിക്കുമ്പോഴേക്കും തിയേറ്റർ അങ്ങോട്ട് എക്സ്പ്ലോഡ് ആവാണ്. സോ നിങ്ങൾക്ക് സ്ട്രെസ്, സ്ട്രെയിൻ, ആങ്സൈറ്റി ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ വാഴ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നിങ്ങൾക്കുള്ളതാണ്. കംപ്ലീറ്റ് ലോഫ്റ്റർ ആയിട്ടാണ്. ഏതൊരു സെഷൻ അറ്റൻഡ് ചെയ്യുന്നേക്കാളും മനസ്സുഖം നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. സെക്കൻഡ് ഹാഫ് നമ്മുടെയൊക്കെ പേരൻസിനുള്ളതാണ്. സോ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. അത്രയും നാച്ചുറൽ ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. സോ ഈ സിനിമയിൽ കുറച്ച് ഡയലോഗ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഡോക്ടർ ആവണോ, എഞ്ചിനീയർ ആവണോ, മൂന്നാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. നമുക്ക് പിന്നെ ആ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായില്ല. അച്ഛനും ഏട്ടനും കൂടി പോയിട്ട് ട്രിപ്പിൾ കോഴ്സ് അങ്ങോട്ട് എടുത്തിട്ട് വന്ന് പറഞ്ഞു പഠിച്ചോന്ന്. അതോ ചേർത്തി വിട്ട കോളേജിന്റെ പേരാണ് അമ്മിണി. നാലാള് ചോദിച്ചാൽ പിന്നെ പറയാൻ പറ്റിയ പേരാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ടീച്ചിങ് പ്രൊഫഷനിലോട്ട് പോകണം എന്നായിരുന്നു. ഇവർക്കാണെങ്കിൽ ബെങ്ക് ബെങ്ക് ബെങ്ക്. സോ ഇങ്ങനത്തെ സ്ട്രെസ്സും സ്ട്രെയിനും ടെൻഷനും ഒക്കെ ഉള്ളവർ ഇതൊക്കെ പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇല്ലെങ്കിലോ പുഴുങ്ങിയിരിക്കേണ്ടി വരും. സോ ആകെ ഉണ്ടായിരുന്ന അമ്മയാണ്. അമ്മ പോയതിനു ശേഷം അങ്ങനെ പുഴുങ്ങിയിരിക്കുകയാണ്. സോ നിങ്ങളുടെ പേരൻസിനെ എന്തായാലും